ഹേ പീപ്സ്, വെൽക്കം ബാക്ക് ടു രാഗ്സ് അൺഫോൾഡഡ്. സോ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പൊങ്കൽ വീഡിയോ ആണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കോയമ്പത്തൂരുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ട് ടോമമ്മയുടെ വീട്ടിൽ. സോ പൊങ്കൽ കഴിഞ്ഞിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അല്ല, ഫസ്റ്റ് ഞാൻ അതിന് മുമ്പേ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പൊങ്കൽ കഴിഞ്ഞിട്ട് പോകാം. അപ്പോൾ എന്തായാലും പൊങ്കൽ വരെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ വെച്ച് ബ്ലോഗൊക്കെ എടുത്ത് നമുക്ക് എല്ലാവരും കാണിച്ചു തരാം എന്നുള്ളത്. ഇത്ര പേര് കാണുന്നൊന്നും അറിയില്ല. സോ എല്ലാവരും കാണണം, ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ പ്ലീസ് ഡു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ വീട്ടിലത്തെ കോലാട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ? അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് കോലമൊക്കെ ഇട്ടു. പക്ഷെ കളർ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പുറത്തെ വീട്ടിലെ കോലാണിത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല വെറൈറ്റീസ് ഓഫ് കോലം, അടുത്ത കളർ പൊടി ഇട്ടിട്ട് പല ഡിഫറെൻറ്റ് ഷേപ്പ്, പല ഡിഫറെൻറ്റ് തീമിൽ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2-3 ഷോട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ ഇങ്ങനെ പൊങ്കാല വെക്കും കേട്ടോ. പൊങ്ങണം. അതിൻ്റെ സെറ്റപ്പൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. കോലമുണ്ട്, കരിമ്പുണ്ട്. സോ അതിന് മുമ്പേ ഒരു അമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ ഓടിപ്പോകുമ്പോഴത്തേക്കും അവിടെ പൊങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഷോർട്സ്. സോ ഇതാണ് നമ്മൾ പൊങ്കൽ വയ്ക്കാൻ പോകുന്ന അവിടുത്തെ ആൾക്കാരാണ്. സോ കുറേ ടൈം എടുക്കും കേട്ടോ ഇത് പൊങ്ങാൻ. ഞാൻ കുറേ വെയിറ്റ് ചെയ്ത് 2-3 ഷോട്ട്സ് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ എടുത്ത് ലാസ്റ്റാണ് പൊങ്ങുന്നത്. ഒരു 50 മിനിറ്റ്സിൻ്റെ മേലെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ കസാലയെല്ലാം ഇട്ട് ഇരുന്നതാണ് ഈ ഒരു ഷോട്ട് കറക്റ്റ് ടൈമിൽ എടുക്കണം എന്നിട്ട്. അതുപോലെ തന്നെ ഞാൻ കറക്റ്റ് ടൈമിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കൂ. ഇനിയ പൊങ്കൽ നൽവാഴ്ത്തുക്കൾ. അപ്പോൾ നമ്മൾ പ്രോഗ്രാംസ് എല്ലാം മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. എല്ലാവർക്കും ഹാപ്പി പൊങ്കലൊക്കെ പറഞ്ഞു. ഓരോന്നായി പ്രോഗ്രാം, അതായത് ചെറിയ കുട്ടികളുടെ പ്രോഗ്രാം തുടങ്ങി. പിന്നെ ചെറിയ കുട്ടികളുടെ പ്രോഗ്രാം നല്ല രസമുണ്ട് കേട്ടോ. നല്ല കോമഡിയാണ് ഇവർ. ഈ ഒരു മത്സര ബുദ്ധി എന്ന് പറഞ്ഞ സംഭവമൊന്നും ഇല്ലല്ലോ. അവർ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് എല്ലാ പ്രോഗ്രാമും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതായത് ഈ കുട്ടിയാണ് കോമഡി. അതായത് ബലൂൺ പൊട്ടിക്കലാണ് ഗെയിം. കരഞ്ഞിട്ട് ബലൂൺ പൊട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. നൈസ്, നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു ലെമൺ സ്പൂൺ പരിപാടിക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് അതിൽ ഞാൻ ഫസ്റ്റ് വരേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് സെക്കൻഡായിപ്പോൾ ഇറ്റ്സ് ഓക്കെ അല്ലേ. പാർട്ടിസിപ്പേഷനാണ് വലിയ കാര്യം. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഉച്ചക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ചെറുതായിട്ടൊരു പവർ നാപ്പൊക്കെ എടുത്ത് പ്രോഗ്രാം പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു. ഡാൻസ്, പാട്ട്, പിന്നെ ചെറിയ ഗെയിംസ്, കുട്ടികൾക്ക് എൻഗേജിങ് ആയിരുന്നു പ്രോഗ്രാം നന്നായിട്ട്. പിന്നെ തമിഴ്നാട്ടിലൊരു ആർട്ട് ഫോമാണ് സിലമ്പാട്ടം. അതും കുട്ടികൾ അവിടെ പ്രകടിപ്പിച്ചു. നല്ല നൈസായിരുന്നു, നല്ല എൻഗേജിങ് ആയിരുന്നു പ്രോഗ്രാം. പണ്ടൊക്കെ 3 ദിവസം ഉണ്ടായിരുന്ന പരിപാടിയായിരുന്നു. പൊങ്കൽ 3 ദിവസമാണല്ലോ. ആ 3 ദിവസത്തെ പൊങ്കലിന് 3 ദിവസം പരിപാടി ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം ഒരു ദിവസത്തേക്ക് മാത്രം ചുരുങ്ങിപ്പോയി. കുഴപ്പമില്ല. എന്നാലൊരു ദിവസം, ബാക്കി 2 ദിവസം ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. ഒരു ദിവസം നമുക്കിങ്ങനെ എല്ലാവർക്കും കൂടെ എൻജോയ് ചെയ്യാം അല്ലേ. ഈ കുട്ടിയായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർ. ആൾ ഭയങ്കര സ്മാർട്ടാണ്, ആക്റ്റീവാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് അവിടെ ഒരു ചെറിയൊരു ഗെയിം പോലെ നടത്തിയതാണ്. അതിന് ആ കുട്ടീൻ്റെ ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഓക്കെ, ഡാൻസ് എങ്കിൽ ഡാൻസ്, പാട്ടെങ്കിൽ പാട്ട്, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. സോ ഈ പരിപാടി നടത്തിയ എല്ലാവരും കൂടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ചാച്ചാ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പൊങ്കൽ സെലിബ്രേഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.